ഏതോ ആ തമോഗർത്തത്തിനുള്ളിൽ സ്വയം ആ ഒരു വലയമുണ്ടാക്കി സ്വയം പ്രതിഷ്ഠിച്ച ഈ സ്വരാജിനെയൊന്നും അവിടുത്തെ സഖാക്കൾ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ എം സ്വരാജ് റിസർവ് ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ റിസർവ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കളിക്കാരൻ കളത്തിലിറങ്ങിയ എന്ത് പെർഫോമൻസാണ് കാഴ്ചവെക്കുക എന്നുള്ളത് നമുക്ക് വരുന്ന ആളുകളിൽ കാത്തിരുന്ന് കാണാൻ മാതും. ഞാനിവിടെ പറഞ്ഞ ഒരു ചോദ്യത്തിനും ഇവിടെ ജെയ്ക്സി തോമസ് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇയാളുടെ ജനിച്ച അന്ന് LKG പഠിക്കുന്നത് തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ഇതുവരെ പറഞ്ഞു വെച്ചു എന്നുള്ളത്. അത് ഈ ലോകത്തെ ഏത് മനുഷ്യരെ പറ്റിയും പറയാം. ഇവിടെ രാഷ്ട്രീയമല്ലേ നമ്മൾ പറയേണ്ടത്. എം സ്വരാജിൻ്റെ പൊക്കമല്ല, അദ്ദേഹത്തിൻ്റെ ആഴമളക്കാൻ വല്ല ഏകകമുണ്ടെങ്കിൽ അത് നമുക്ക് തിരഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വലിയ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമുണ്ട്. അദ്ദേഹം നിലമ്പൂർ വരാറില്ല, അല്ലെങ്കിൽ ആ മണ്ഡലമായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതല്ല എൻ്റെ വാചകം. മണ്ഡലമായിട്ട് ബന്ധമുള്ളതും ഇല്ലാത്തതൊക്കെ മറ്റൊരു വിഷയം. ഇവിടെ നിലമ്പൂരിലെ സഖാക്കൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയില്ല എന്ന് ഞാൻ പറയാൻ കാരണം, നിലമ്പൂരിലൊരു കുഞ്ഞാലിയുടെ പാരമ്പര്യമുള്ള വലിയ തോതിലുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, നാടക, സിനിമ, കലാരംഗത്തൊക്കെ വലിയ മേധാവിത്വമുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേര് പിടിച്ച സ്ഥലമാണ് ഈ നിലമ്പൂർ. അത് യഥാർത്ഥ പച്ച സഖാക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ടൊക്കെ ഒരു അകലം കൃത്യമായി സൂക്ഷിക്കുന്ന, ഏതോ ആ തമോഗർത്തത്തിനുള്ളിൽ സ്വയം ആ ഒരു വലയമുണ്ടാക്കി സ്വയം പ്രതിഷ്ഠിച്ച ഈ സ്വരാജിനെയൊന്നും അവിടുത്തെ സഖാക്കൾ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് പ്രാദേശികത്വമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തെ ഇപ്പം മാധു വിശേഷിപ്പിച്ച മാതിരിയൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അത്തരത്തിലുള്ള വാഴ്ത്തുപാട്ട് സംഘങ്ങളൊന്നും അല്ല ഒരു തെരഞ്ഞെടുപ്പ്. അവസാനം ഞാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെയും വിശേഷിപ്പിച്ചിരുന്നു. ആ വിശേഷണം അങ്ങ് തള്ളിക്കളയുമോ? ഒരു സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥാനാർത്ഥികൾ രണ്ടുപേർ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവരുടെ വിശേഷങ്ങൾ പറയുന്ന അത്ര വലിയ തെറ്റാണോ? അല്ല, തെറ്റോ ശരിയാവട്ടെ. അത് ഞാൻ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു വിശേഷവും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ആശയപരമായ പോരാട്ടവും നിങ്ങൾ പറഞ്ഞോ. ഞാൻ നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞോ? നിങ്ങളതിന് തർക്കത്തിന് വന്നോ? ഞാൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഈ ആളുകളുടെ ബയോഡാറ്റ അതിവിടെ ലഭ്യമാണ്, ഗൂഗിൾ തിരഞ്ഞാൽ കിട്ടും. അതല്ലല്ലോ ഇവിടുത്തെ രാഷ്ട്രീയം. അതാണോ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം? ഇവിടെ രാഷ്ട്രീയം ഇനി എത്ര കിടക്കുന്നു നമുക്ക് ചർച്ച ചെയ്യാൻ. നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം വനം, വന്യജീവി, മലയോര ഈ വലിയ സംഘടനകളുള്ളൊരു മേഖലയാണ്. അവിടെ എത്രയോ മനുഷ്യർ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു, പുലി കടിച്ചു കൊല്ലുന്നു, കൃഷി നശിക്കുന്നു, എന്തൊക്കെ ജനകീയ വിഷയങ്ങൾ നിലമ്പൂരിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് എത്ര പേര് നിലമ്പൂർ മരിച്ചു എന്ന കണക്ക് നമുക്ക് എടുക്കണ്ടേ? അവിടെ കൃഷി എവിടെയൊക്കെ ഇപ്പം ബാക്കി അവശേഷിക്കുന്നുണ്ട് എന്നൊരു കണക്കെടുക്കണ്ടേ? അവിടെ ക്ഷേമ പെൻഷൻ ആർക്കൊക്കെ കിട്ടുന്നുണ്ട്? അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്താ? അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനമായ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വല്ല വികസനമുണ്ട്? ഒരുപാട് കാര്യങ്ങൾ. അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രീ കെ പി നൗഷാദിൽ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഒന്ന്, കുഞ്ഞാലിയുടെ രാഷ്ട്രീയത്തിന്റെ ചരിത്രമുള്ള നിലമ്പൂർ ഒരിക്കലും എം സ്വരാജിനെ അംഗീകരിക്കില്ല എന്ന് അങ്ങ് പറയുന്നു. എന്ന് തൊട്ടാണ് കോൺഗ്രസുകാർക്ക് കുഞ്ഞാലിയുടെ രാഷ്ട്രീയത്തിനോട് ഇത്ര ആഭിമുഖ്യമുണ്ടായത് എന്നുള്ളത്. CPM നിരന്തരം ആ രക്തസാക്ഷിത്വത്തിന്റെ വിരൽ ചൂണ്ടുന്നത് നിങ്ങൾക്കെതിരെയാണ്. CPM നിരന്തരം ആ രക്തസാക്ഷിത്വത്തിന്റെ വിരൽ ചൂടുന്നത് ആര്യാടൻ മുഹമ്മദിനെതിരെയാണ്. രണ്ടാമത്തേത്, അങ്ങനെ മലയോര ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ ഉള്ളയിടത്ത് CPMന്റെ LDFന്റെ MLA ആണ് ഇത്രയും കാലം ഉണ്ടായിരുന്നതെങ്കിൽ MP ആരായിരുന്നു ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ? എന്താണ് പ്രതികരണമായി ഉണ്ടായത്? ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട നിയമം പരിഷ്കരിക്കുന്നതിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞു പോയില്ലേ? ഇതൊക്കെ നിങ്ങൾക്കും ബാധകമായ കാര്യങ്ങളല്ലേ? ഇവിടെ സംസ്ഥാന ഭരണം ഏതാ? ഞാൻ മറുപടി പറഞ്ഞോട്ടെ? പറയൂ. ഹലോ, ഇവിടെ ഒരു MP കുറിച്ച് നിങ്ങൾ പറയുന്നു. MP ആണോ ഒരു സംസ്ഥാനമോ അല്ലെ കേന്ദ്രമോ ഭരിക്കുന്നത്? കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് MP-ക്ക് പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയും, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഒരു സംസ്ഥാന ഭരണമുണ്ട്. സംസ്ഥാനം മൊത്തമുള്ള ഈ പറഞ്ഞ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അത് നിലമ്പൂരിലും പ്രതിഫലിക്കും. പിന്നെ കുഞ്ഞാലിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞാലിയുടെ ആശയപരമായ വിയോജിപ്പുണ്ട്. അത് നിലനിർത്തി തന്നെ ഞങ്ങൾക്ക് പ്രതിപക്ഷ ബഹുമാനമുണ്ട്. പിന്നെ നിങ്ങൾ ആര്യാടനെ കൊലയാളിയാക്കി അവർ പറഞ്ഞു എന്ന് പറഞ്ഞു, അത് CPM-നെ സ്വയം തിരുത്തിയാണ്. മാധുവിനെ പശ്ചാത്തലം
അദ്ദേഹം ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും 69 കുഞ്ഞാലി മരിക്കുന്നത്. 80 ആര്യാടൻ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച് നായനാരുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അങ്ങനെ CPM-കാർ തന്നെ ഏതോ കാലത്ത് തിരുത്തിയ കാര്യമൊക്കെ ഇപ്പം ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് കുഞ്ഞാലിയോട് പ്രതിപക്ഷ ബഹുമാനമുണ്ട്. ആ കുഞ്ഞാലി പ്രതിനിധാനം ചെയ്തൊരു കമ്മ്യൂണിസ്റ്റ് ധാരയുണ്ട്. അതിലൊരിക്കലും സ്വരാജ് ചേർന്ന് പോകുന്ന ആളല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ പങ്കെടുക്കാത്ത കാര്യമോ അദ്ദേഹം പാർട്ടിയെ ധിക്കരിച്ച് നടക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിലമ്പൂരിലെ സഖാക്കളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിൽ PV അൻവർ ഉയർത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് സംഘപരിവാറും പോലീസും തമ്മിലുള്ള ബാന്ധവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവിടേക്കാണ് തൃപ്പൂണിത്തറയിലെ ഗർവാപ്പസി കേന്ദ്രത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അനുമതി വാങ്ങാൻ ശുപാർശ കത്ത് കൊടുത്ത സ്വരാജ് മത്സരിക്കാൻ വരുന്നത്. അപ്പോഴാണ് BJPക്ക് അവിടെ ഇതുവരെ സ്ഥാനാർത്ഥി ഇല്ലാതാവുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം അതൊക്കെയാണ് ബാധു. അല്ലാതെ വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗൂഗിൾ ബയോഡാറ്റ അല്ല നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വരാജിന്റെയൊക്കെ കാര്യം, അദ്ദേഹം ഒരു റിസർവ് ബെഞ്ചിലിരുത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന ഭംഗമൊക്കെ വരുത്തി ഭിക്ഷക്കാരെ പോലെ മുമ്പിലിരുത്തി ദയനീയത വരുത്താൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് ഇന്ന് രാവിലെ 10-11 മണി വരെ കാത്തു നിന്നിട്ട് കിട്ടാതായപ്പോഴാണ് ഈ സ്വരാജ് റിസർവ് ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ റിസർവ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കളിക്കാരൻ കളത്തിലിറങ്ങിയ എന്ത് പെർഫോമൻസാണ് കാഴ്ചവെക്കുക എന്നുള്ളത് നമുക്ക് വരുന്ന ആളുകളിൽ കാത്തിരുന്ന് കാണാൻ മാതും.